بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. നാം ഗസാലിയുടെ കിതാബ് തൗബ ഗഹനമായൊരു രചനയാണത്. അത് നമ്മൾ തുടങ്ങി വെച്ചു. അൽഹംദുലില്ലാഹ്. പറഞ്ഞു വന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു, നമ്മളുടെ പിതാവ് ആദം അലൈഹിസ്സലാം തെറ്റിലേക്ക് ചെന്ന് വീണു. പക്ഷെ അദ്ദേഹം ഖേദിച്ചു. മനുഷ്യൻ എന്ന് പറയുന്നത് പാപം ചെയ്യുന്നവനാണ്. അഥവാ മലക്കുകളെ പോലെ കഴിഞ്ഞുകൂടാൻ മനുഷ്യന് സാധിക്കില്ല. പാപം ചെയ്തിട്ട് തൗബ ചെയ്തില്ലെങ്കിൽ അവൻ പിശാചിന്റെ വഴിയിലേക്ക് എത്തുകയും ചെയ്യും. 3 വഴിയാണുള്ളത്. ഒന്ന് മലക്കുകളുടെ വഴിയാണ്. മലക്കുകളെ പോലെ പാപം ചെയ്യാതിരിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. അതുപോലെ തന്നെ അള്ളാഹു തആല കാത്തിരക്ഷിച്ച നബിമാരുണ്ടാവും. അത് അള്ളാഹുവിന്റെ മഹ്ഫൂദുകളായ നബിമാരാണ്. അങ്ങനല്ലാതെ മനുഷ്യന്റെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഒരു മലക്കിനെ പോലെ പാപം ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ തിന്മ ചെയ്തു എന്നിട്ട് അതിൽ നിന്നൊരു തദാറുക്ക്, ഒരു വീണ്ടെടുപ്പ്, പരിഹാരമുണ്ടായില്ല എങ്കിൽ അവൻ ശൈത്താന്റെ വഴിയിലേക്ക് പോകും. മറിച്ച് തന്റെ പിതാവിനെ അവൻ പിൻപറ്റണം. അതിനാണ് അദ്ദേഹം പറഞ്ഞത്, ഒമൈ യുശാബിഹ് അബഹു ഫമാ ലലം. പിതാവിനെ പിൻപറ്റുന്നവൻ അക്രമിയല്ല, അവൻ നീതി ചെയ്തവനാണെന്ന് പറഞ്ഞ് അതിനു വേണ്ടിയാണ്. മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാം നമ്മളുടെ പിതാവാണ്. ആ പിതാവ് തെറ്റ് ചെയ്തു, പക്ഷേ അദ്ദേഹം റുജൂഅ് ചെയ്തു. അപ്പോ നമ്മൾ പിതാവിനെ പിൻപറ്റണം. മനുഷ്യ സഹജമായി തെറ്റുകൾ വരും, പക്ഷേ ആ തെറ്റിൽ നിന്ന് ഒഴിയാനായി അവൻ തൗബ ചെയ്യണം. ആ വിഷയങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്നും പിന്തിരിഞ്ഞ് പരിഹാരം കാണുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാ വെച്ചത്. ഫഖദ് ഇസ്തവജ്ജ ഫീ തീനത്തിൽ ഇൻസാനി. തുടർന്ന് അദ്ദേഹം പറയാണ്, മനുഷ്യന്റെ മണ്ണില്, മനുഷ്യനെ മണ്ണുകൊണ്ടാണല്ലോ പടച്ചത് ആദം അലൈഹി ഇസ്ലാമിനെ, ആ മണ്ണില് കൂടിക്കലർന്നിട്ടുണ്ട് ഷാഇബത്താനി, 2 കലർപ്പുകൾ. 2 കലർപ്പുകൾ മനുഷ്യന്റെ മണ്ണിൽ കൂടിക്കലർന്നിട്ടുണ്ട്. ഒന്ന് മലക്കിലേക്ക് എത്താൻ പറ്റുന്ന കലർപ്പ്, മറ്റൊന്ന് പിശാചിലേക്ക് പോകാൻ പറ്റുന്ന കലർപ്പ്. ഇത് രണ്ടുമുണ്ട് മനുഷ്യനിൽ. വസ്തഹബ ഫീഹി സജിയ്യത്താനി, അവനിൽ സഹവസിച്ചിട്ടുണ്ട് 2 പ്രകൃതികൾ, നന്മയുടെ പ്രകൃതിയും തിന്മയുടെ പ്രകൃതിയും. വകുല്ലു അബ്ദിൻ, ഓരോ അടിമയും മുസഹിഹുൻ നിസ്ബഹു, അവന്റെ നിസ്ബയെ സഹിഹാക്കുന്നവനാണ്. അവൻക്കൊരു നിസ്ബ ഉണ്ടാകും, ഒന്നുകിൽ മലക്കിലേക്ക് അല്ലെങ്കിൽ പിശാചിലേക്ക്, രണ്ടിന്റെ ഇടയിൽ അല്ലെങ്കിൽ പിതാവിലേക്കുള്ള നിസ്ബ. ഓരോ മനുഷ്യനും അവന്റെ നിസ്ബയെ സഹിയാക്കുന്നവനാണ്. ശരിയായ അവന്റെ നിസ്ബ ആ വഴിക്ക് പോയി. ഇമ്മായിലൽ മലക്കി, ഒന്നുകിൽ മലക്കിലേക്കുള്ള നിസ്ബ, ഔ ഇല ആദം, അല്ലെങ്കിൽ ആദം അലൈഹി ഇസ്ലാമിലേക്കുള്ള നിസ്ബ, ഔ ഇല ഷെയ്ത്താൻ, അല്ലെങ്കിൽ ഷെയ്ത്താനിലേക്കുള്ള നിസ്ബയെ സഹിഹാക്കുന്ന പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഉറപ്പായിട്ടും ഈ 3 എണ്ണത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിലേക്ക് തിരിയും. ഒന്നുകിൽ അവന്റെ നിസ്ബ മലക്കിലേക്കാകും, അല്ലെങ്കിൽ ആദം അലൈഹി ഇസ്ലാമിലേക്കാകും, അല്ലെങ്കിൽ പിശാചിലേക്കാകും. തൗബ ചെയ്യുന്നയാള് ഖദ് അഖാമൽ ബുർഹാൻ, അയാള് തെളിവിനെ നിലനിർത്തിയവനായി, അള്ളാഹുവിന്റെ മുമ്പിൽ തെളിവിനെ നിലനിർത്തിയവനായി. അയാളുടെ നിസ്ബ സഹയാകുന്നതിന്റെ മേൽ ഇല ആദം അലൈഹി ഇസ്ലാമിലേക്ക്, അയാളുടെ നിസ്ബ ആദമിലേക്ക് സഹയായി വരുന്നതിന്റെ മേൽ അയാൾ തെളിവിനെ നിലനിർത്തിയവനാണ്. കാരണം ആദം പാപം ചെയ്തു, ആദം തൗബ ചെയ്യുകയും ചെയ്തു അലൈഹിസ്സലാം. ബി മുലാസമത്തി ഹദ്ദിൽ ഇൻസാൻ, ഇൻസാനിന്റെ ഹദ്ദിനെ ലാസിമാക്കലുണ്ട്. ഇൻസാന്റെ ഹദ് എന്താണ്? അവൻ പാപം ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു ഹദ് എന്താണ്? അവൻ അതിൽ നിന്നും മടങ്ങുക എന്നുള്ളതാണ്. വൽ മുസിറു അല തുഗ്യാനി,
വഴികേടിന്റെ മേൽ നിരതമായി കഴിഞ്ഞുകൂടുന്നവൻ മുസജ്ജലുൻ അലാ നഫ്സിഹി, അവന്റെ നഫ്സിൽ അവൻ പ്രകൃതിയാക്കിയവനാണ് ബിന്നസ്ബി ഷെയ്ത്താനി, ഷെയ്ത്താനിലേക്കുള്ള നിസ്ബയെ, ഷെയ്ത്താനിലേക്കുള്ള നിസ്ബയെ അവന്റെ നഫ്സിൽ അവൻ പ്രകൃതിയാക്കിയവനാണ്. ആര്? തുകയാൻ, വഴികേടിൽ നിരതമാകുന്നവൻ. അപ്പം പിന്നെ മലക്കായാലോ? മലക്കാകാൻ സാധ്യമല്ല. ഫഅമ്മാ തസ്ഹീഹുൻ നസബി ഇലൽ മലായികത്തി, മലക്കുകളിലേക്കുള്ള നസബിനെ സഹയാക്കുക എന്നുള്ളത് അതെങ്ങനെയാ? തജറുദിൽ മഹദിൽ ഖൈരി, വെറും ഖൈറിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക. വെറും ഖൈറിന് വേണ്ടി ഒഴിഞ്ഞിരിക്കൽ കൊണ്ട് മലക്കുകളിലേക്കുള്ള നിസ്ബയെ സഹയാക്കൽ അത് നടക്കുവോ? ഖൈറിന് വേണ്ടി മാത്രം കഴിഞ്ഞുകൂടുക, അത് ഫഖാരിജുൻ അൻ ഹയ്യിസിൽ ഇംകാൻ, സാധ്യതയുടെ ഭാഗത്തു നിന്നും പുറത്തു പോയതാണ്, സാധ്യതയുടെ സ്ഥാനത്ത് നിന്നും പുറത്തു പോയതാണ്, സാധ്യമല്ല എന്നർത്ഥം. കാരണം ഫൈന ഷർറ, തിന്മ, മഅജൂരിൻ, അത് കുഴയ്ക്കപ്പെട്ടതാണ്, മാൽ ഖൈരി, നന്മയോടൊപ്പം. ഫീ തീനത്തി ആദമ, ആദം അലൈഹി ഇസ്ലാമിന്റെ മണ്ണില്, ആദം അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിച്ച ആ മണ്ണില് ഖൈറിനോടൊപ്പം കുഴയ്ക്കപ്പെട്ടതാണ് തിന്മയെ. അജിനൻ മുഹ്കമൻ, ഉറച്ചതായ കുഴയ്ക്കൽ, ഒരു കാരണവശാലും മാറ്റിയെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കുഴയ്ക്കൽ. ലാ യഖ്ലിസുഹു, മനുഷ്യനെ രക്ഷപ്പെടുത്തുകയില്ല, ഇല്ലാ യഹദന്നാറി, ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുകയില്ല, ഇല്ലാ യഹദന്നാറി, രണ്ടാലൊരു തീയല്ലാതെ, രണ്ടാലൊരു തീ കൊണ്ട് മാത്രമേ ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുകയുള്ളൂ. അതായത് തിന്മ മനുഷ്യന്റെ പ്രകൃതിയിൽ കുഴഞ്ഞിരിക്കുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രണ്ടാലൊരു തീ ഉണ്ടാവണം, രണ്ടാലൊരു തീ ഉണ്ടാകണം ആ തിന്മയിൽ നിന്നും അവൻ രക്ഷപ്പെടണമെങ്കിൽ. നാറു നദമി ഔ നാറു ജഹന്നമ, ഒന്നുകിൽ ഖേദത്തിന്റെ തീ അല്ലെങ്കിൽ ജഹന്നമിന്റെ തീ. ഒന്നുകിൽ ഖേദത്തിന്റെ തീ ഉണ്ടാകണം, അല്ലെങ്കിൽ ജഹന്നമിന്റെ തീ ഉണ്ടാകണം. ഖേദമാകുന്ന തീ വന്നു കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടും, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്നത് ജഹന്നമിന്റെ തീയായിരിക്കും. ഫൽ ഇഹ്റാഖു ബിൻ നാരി, അപ്പോ തീ കൊണ്ട് കരിക്കുക എന്നുള്ളത് ലറൂരിയും, മനുഷ്യനെ തീ കൊണ്ട് കരിക്കപ്പെടുക എന്നുള്ളത് ലറൂരിയാണ്. ഫീ തഖ്ലീസി ജൗഹരിൽ ഇൻസാനി, മനുഷ്യന്റെ ജൗഹറിനെ, അവന്റെ അസ്തിത്വത്തെ ഖാലിസാക്കുന്നതിൽ, തെളിച്ചെടുക്കുന്നതിൽ, മിൻ ഖബായിസി ശൈത്താനി, പിശാചിന്റെ നികൃഷ്ടതകളിൽ നിന്നും മനുഷ്യന്റെ അസ്തിത്വത്തെ തെളിച്ചെടുക്കുന്നതിൽ തീ നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു തീ, ഒന്നുകിൽ ഖേദമാകുന്ന തീ അല്ലെങ്കിൽ നരകമാകുന്ന തീ. ബൈലീക്കൽ ആൻ, ഈ സമയത്ത് നീ നിർബന്ധമാക്ക് ഇഖ്തിയാറ അഹ്വനിൻ നാറൈനി, രണ്ട് തീയിൽ നിന്നും എളുപ്പമുള്ളതിനെ നീ തെരഞ്ഞെടുക്കലിനെ നിർബന്ധമാക്കുക. രണ്ട് തീ നിന്റെ മുമ്പിലുണ്ട്, ഒന്നുകിൽ ഖേദത്തിന്റെ തീയെ തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിനക്ക് നരകത്തിന്റെ തീയിലേക്ക് പോകേണ്ടി വരും. അപ്പൊ നിനക്ക് നിർബന്ധമാണ് ഈ രണ്ട് തീയിൽ എളുപ്പമുള്ളതിനെ തെരഞ്ഞെടുക്കൽ, അഥവാ നദമ്. വൽ മുബാദറത്തു ഇലാ അഖഫി ശർറൈനി, രണ്ട് ഷറിൽ ഏറ്റവും അഖഫായതിലേക്ക് വേഗം പോകൽ നിർബന്ധമാണ്. രണ്ട് ഷറിൽ നിന്നും ഏതെങ്കിലും ഏറ്റവും അഖഫായതിലേക്ക്, ലഘുവായതിലേക്ക്. ഒരു ഷറ് എന്താണ്? അത് തീയാണല്ലോ, എപ്പോഴും ഖേദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വേറൊന്നെന്താണ്? പിന്നെ നരകത്തിന്റെ തീയാണ്. അപ്പൊ ഈ രണ്ട് ഷറ് ഏറ്റവും അഖഫായതിലേക്ക് പോവുക, അതെന്താണ്? ഖേദിക്കുക എന്നുള്ളതാണ്. ഖബല അൻ യുത്വ ബിസാത്തുൽ ഇഖ്തിയാർ, ഇഖ്തിയാറിന്റെ വിരിപ്പിനെ ചുരുട്ടി വെക്കപ്പെടുന്നതിന് മുമ്പ്. മനുഷ്യന് ഇപ്പൊ ഇഖ്തിയാറുണ്ട്, മനുഷ്യന്റെ മരണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇഖ്തിയാർ ഉണ്ടാവില്ല. ആ ഇഖ്തിയാറിന്റെ വിരിപ്പിനെ ചുരുട്ടി വെക്കപ്പെടും. അതിനു മുമ്പ് രണ്ടാലൊരു ഷറിൽ ഏറ്റവും അഖഫായതിനെ അവൻ തിരഞ്ഞെടുക്കൽ നിർബന്ധമാണ്. വൈസാഖു ഇലാ ദാരിൽ ഇൽത്തിറാർ, ഇൽത്തിറാറിന്റെ ദാറിലേക്ക് അവനെ കൊണ്ടുപോകപ്പെടുന്നതിന് മുമ്പ് ഇലാ അയ്യുത്തുവ വയുസാഖ ഇലാ ദാരിൽ ഇൽത്തിറാർ, ഇൽത്തിറാറിന്റെ ദാർ, പോയേ പറ്റൂ അങ്ങനത്തെ ഭവനത്തിലേക്ക് അവനെ കൊണ്ടുപോകപ്പെടുന്നതിന് മുമ്പ്, ഇഖ്തിയാറിന്റെ വിരിപ്പിനെ ചുരുട്ടി മാറ്റി വയ്ക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ഏറ്റവും അഖഫായ ഷറിനെ അവൻ തിരഞ്ഞെടുക്കണം, ഏറ്റവും എളുപ്പമുള്ള നരകത്തിന്റെ തീയിനെ അവൻ തിരഞ്ഞെടുക്കണം. ഇമ്മായിലൽ ജന്നത്തി വ ഇമ്മായിലൻ നാർ, ഇൽത്തിറാറിന്റെ ദാറിൽ എങ്ങോട്ടായിരിക്കും പോകുന്നത്?
ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാൻ ഉള്ള വഴി ആണ് അവൻ തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് അഹഫായ നാറ്, അഹ്വനായ നാർ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എന്ത് മനസ്സിലായി? തോബയുടെ സ്ഥാനം ഇതാണ് എന്ന് മനസ്സിലായി. തോബ ഇല്ലാണ്ട് മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് മനസ്സിലായി. വൈദാക്കാനത്തി തോബത്തു, തോബയായപ്പോൾ മൗക്യ, അതിന്റെ സ്ഥാനം ദീനിൽ നിന്നും ഹാദൽ മൗക്യ, ഈ സ്ഥാനത്താണ്. അങ്ങനെ വന്നപ്പോ വജബ തഖ്ദീമുഹ, തോബയെ കുറിച്ചുള്ള ചർച്ചയെ മുന്തിക്കൽ നിർബന്ധമായി. ഫീ സദിരി റുബുൽ മുൻജിയാത്ത്, റുബുൽ മുൻജിയാത്തിന്റെ ആരംഭത്തിൽ. ഇമാം ഗസാലിയുടെ കിതാബിനെ 4 തിരിച്ചു എന്ന് പറഞ്ഞു. അവസാനത്താണ് റുബുൽ മുൻജിയാത്ത്. ആ റുബുൽ മുൻജിയാത്തിന്റെ ആരംഭത്തിൽ പിന്നെ ഇതിനെ മുന്തിക്കൽ നിർബന്ധമായി. അങ്ങനെയാണ് തൗബ ആദ്യം അദ്ദേഹം കൊണ്ടുവന്നത്. ഹക്കീക്കത്തിഹ, ആ തോബയുടെ ഹക്കീക്കത്തിനെ വിവരിക്കൽ കൊണ്ട് ഷുറൂത്തി, അതിന്റെ ഷർത്തുകളെ, സബബി അതിന്റെ സബബുകളെ, അലാമത്തി അതിന്റെ തോബ സ്വീകരിച്ചു എന്നുള്ളതിന്റെ അടയാളങ്ങളെ, സമർത്തി അതിന്റെ ഫലങ്ങൾ, വൽ ആഫാത്തിൽ മാനിഅത്തി മിന്ന, തോബയിൽ നിന്ന് തടയുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, വൽ അദവിയത്തിൽ മുയസ്സിറത്തില, തോബയെ എളുപ്പമാക്കുന്ന മരുന്നുകൾ, ഇതിനെക്കുറിച്ചെല്ലാം വിവരിക്കൽ കൊണ്ട് ഇതെല്ലാം വ്യക്തമാകും. ബിദിക്രി അർബഅത്തി അർക്കാനി, 4 പാർട്ടുകളെ പറയൽ കൊണ്ട്, 4 റുക്നുകൾ അതിനെ പറയൽ കൊണ്ട്, 4 റുക്നായി തിരിച്ചിരിക്കുകയാണ് കിതാബ് തോബയെ ഇമാം ഗസാലി റഹിമഹുല്ലാഹ്. അത് പറയൽ കൊണ്ട് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാകും. അർറുക്കുനുൽ അവ്വലു, ഒന്നാമത്തെ പാർട്ട് ഫി നഫ്സി തൗബ, തൗബ എന്താണെന്ന വിഷയത്തിലാണ്. ബയാനി ഹദ്ദിഹ, അതിന്റെ നിർവചനം, ഹക്കീക്കത്ത്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, വഅന്നഹ വാജിബത്തുൻ അലൽ ഫൗരി, അത് ഉടൻ തന്നെ ചെയ്യൽ നിർബന്ധമാണ് എന്ന് വിവരണം. വലാ ജമീഉൽ അഷ്ഖാസി, മുഴുവൻ ആൾക്കാർക്കും അത് നിർബന്ധമാണ്. വഫി ജമീഉൽ അഹ്വാലി, എല്ലാ അവസ്ഥകളിലും നിർബന്ധമാണ് എന്ന് വിശദീകരിക്കുന്ന പാഠം. ഇത് ഈ തൗബ ഇതാ സഹയായി കഴിഞ്ഞാൽ കാനത്ത് മഖ്ബൂലത്തൻ, അത് മഖ്ബൂലാകും എന്ന് വിവരിക്കുന്ന ഒരു റുക്ന്. അർറുക്നു സാനി, രണ്ടാമത്തെ റുക്ന് ഫീമാ അൻഹു തൗബത്തു, ഫീമാ ഒരു വിഷയത്തിൽ, അൻഹു തൗബത്തു അതിനെ തൊട്ടാണ് തൗബ ചെയ്യേണ്ടത്. ആ വിഷയം എന്താ? ദുനൂബ്, പാപങ്ങളാണ്. പാപങ്ങളെ കുറിച്ചുള്ള വിശദീകരണം. ബയാനി ഇൻഖിസാമിഹ, ആ പാപങ്ങൾ ഓഹരിയാകുന്നതിന്റെ ബയാൻ, വിഭജിക്കുന്നതിന്റെ. ഇലാ സഗായിറ വ കബായിറ, ചെറുതിലേക്കും വലുതിലേക്കും. ഒമാ യതഅല്ലഖു ബിൽ ഇബാദി, അടിമകളുമായി ബന്ധപ്പെടുന്ന പാപങ്ങൾ. ഒമാ യതഅല്ലഖു ബി ഹഖില്ലാഹി, അള്ളാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെടുന്ന പാപങ്ങൾ. ബയാനി കൈഫിയത്തി തവസ്സുഉ ദറജാത്തി വദ്ദറകാത്തി അലൽ ഹസനാത്തി വസയ്യാത്തി, നന്മകളുടെയും തിന്മകളുടെയും മേൽ പദവികളും താഴേക്കുള്ള പടവുകളും അതിനെ ഓഹരി ചെയ്യുന്നതിന്റെ രീതി. അതായത് നന്മകൾ പദവികളിലേക്ക് എത്തിക്കുന്നു, തിന്മകൾ താഴേക്കുള്ള പടികളിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു. അതിന്റെ പദവികൾ, ദർജകൾ എങ്ങനെയാണെന്ന് ഓഹരിയാക്കുക. ഉന്നതമായ ദർജ, താഴ്ന്ന ദർജ, ഏറ്റവും മോശമായ ദറക്ക്, ഏറ്റവും സാധാരണ രീതിയിലുള്ള ദറക്ക്. ഇങ്ങനെ ഇതിനെ വിശദീകരിക്കുന്നതിന്റെ ബയാൻ. ബയാനിൽ അസ്ബാബില്ലത്തി ബിഹാ തഅദുമു സഗായിറു, ചെറിയ പാപങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് വലുതാകാം, അതിനെക്കുറിച്ചുള്ള വിശദീകരണം. ഇതാണ് രണ്ടാമത്തെ പാർട്ടിലുള്ളത്. അർറുക്നു സാലിസു, മൂന്നാമത്തെ പാർട്ടിലുള്ളത് ഫി ബയാനി ശുറൂത്തി തൗബത്തി, തൗബയുടെ ഷർത്തുകൾ, വദവാമിഹ, തൗബ നിത്യമാകുന്നതിന്റെ ഷർത്തുകൾ, കൈഫിയത്തി തദാറുക്കി മാ മദാ മിനൽ മദാലിമി, അക്രമങ്ങൾ അവനിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിന്റെ വീണ്ടെടുപ്പിന്റെ രീതി എങ്ങനെയാണ്, അതിന് പരിഹാരം. കൈഫിയത്ത് തക്ഫീരു ദുനൂബി, തക്ഫീറു ദുനൂബിന്റെ രീതി എങ്ങനെയാണ്. അൻ തുകഫിറ അന്ന ദുനൂബ് എന്ന് പറഞ്ഞില്ലേ, അല്ലാഹു തആല ഖുർആനിലും പറഞ്ഞിട്ടുണ്ടല്ലോ, അവന്റെ പാപങ്ങൾക്ക് തക്ഫീർ ഉണ്ടാവുന്നു. തക്ഫീർ എന്ന് പറഞ്ഞാൽ മറച്ചു കളയുക എന്നാണ്. പാപങ്ങളെ മറയ്ക്കുന്നതിന്റെ രീതി എങ്ങനെയാണ്. ബയാനി അഖ്സാമി താഇബീന, തൗബ ചെയ്തവരുടെ വിഭാഗങ്ങൾ, അതിന് വിശദീകരണം. ഏതെല്ലാം രീതിയിലാണ് ആൾക്കാർ തൗബയുടെ വിഷയത്തിൽ അംശിക്കുന്നത്. ദവാമി, തൗബയുടെ നിത്യതയുടെ വിഷയത്തിൽ. തൗബ ചെയ്യുക, അത് നിത്യമാകണമല്ലോ, എപ്പോഴല്ലേ ഫലം ഉണ്ടാവുള്ളൂ. ഇതിനെക്കുറിച്ചെല്ലാമുള്ള പാഠം. അർറുക്നു റാബിഉ, നാലാമത്തെ റുക്ന്
ഫി സബബിൽ ബാഇസി അല തൗബത്തി, തോബയുടെ മേൽ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, പ്രേരക വസ്തു എന്താ, കൈഫിയത്തിൽ ഇലാജി, ചികിത്സയുടെ രീതി, ഫി ഹില്ലി ഉഖ്ദത്തിൽ ഇസ്റാരി മിനൽ മുദ്നിബീന, പാപികളിൽ നിന്നുള്ള ഇസ്റാറിന്റെ കെട്ടിനെ അഴിക്കുന്നതിൽ. ഇസ്റാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പാപത്തിൽ കഴിഞ്ഞുകൂടുക. ആ കെട്ടിനെ അഴിക്കുന്നതിലുള്ള ചികിത്സയുടെ രീതി എങ്ങനെയാണ്? ആ കെട്ട് അഴിഞ്ഞെങ്കിലേ ഉള്ളൂ തോബ ശരിയാവുള്ളൂ. വയത്തിമുൽ മഖ്സൂദു, ലക്ഷ്യം, ഈ ബാബിന്റെ ലക്ഷ്യം പൂർത്തിയാകും ബിഹാദിഹിൽ അർക്കാനിൽ അർബഅത്തി, ഈ 4 പാർട്ടുകളെ വിശദീകരിക്കലുകൊണ്ട്. ഇൻഷാ അല്ലാഹു അസ്സ വജല്ല. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഓരോ ബാബായിട്ട് വിശദീകരിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.